നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE പ്രവാസികൾ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന വിമാന കമ്പനികളിൽ ഒന്നാണ് ഇത്തിഹാദ് എയർവേസ്. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിമാന കമ്പനി ഇന്ത്യയിൽ ഉൾപ്പെടെ വിവിധ അന്താരാഷ്ട്ര കേന്ദ്രങ്ങളിലേക്ക് നിത്യേന സർവീസുകൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം തടക്കം സർവീസ് നടത്തുന്ന ഇത്തിഹാദ് എയർവേസ് പുതിയ സർവീസുകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. അതും 10 സെക്ടറുകളിൽ. ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പുതിയ സർവീസുകൾ തുടങ്ങുകയെന്ന കാര്യം ഒരു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നവംബർ 25-ന് ഉണ്ടാകുമെന്നാണ് ഇത്തിഹാദ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലേക്ക് കൂടുതൽ സർവീസുകൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അബുദാബിയുടെ ദേശീയ വിമാന കമ്പനിയുടെ പ്രഖ്യാപനത്തിൽ പ്രവാസികളും വലിയ പ്രതീക്ഷയിലാണ്. ഈ വർഷം ആദ്യം തിരുവനന്തപുരം, കോഴിക്കോട്, ജയ്പൂർ എന്നിവിടങ്ങളിലേക്ക് സർവീസ് ആരംഭിച്ചതിനെ തുടർന്ന് ഇത്തിഹാദ് നിലവിൽ ഇന്ത്യയിലെ 11 ഗേറ്റ്വേകളിലേക്ക് സർവീസുകളുണ്ട്. ഇത്തിഹാദ് ഈ വർഷം അബുദാബിക്കും ഇന്ത്യക്കും ഇടയിലുള്ള സീറ്റ് വിപുലീകരിച്ചിട്ടുണ്ട്. നിലവിൽ 83 സെക്ടറുകളിലേക്കാണ് കമ്പനി സർവീസുകൾ നടത്തിവരുന്നത്. പുതിയ 10 സർവീസുകൾ കൂടിയാകുമ്പോൾ ഇത്തിഹാദ് എയർവേസിന്റെ സർവീസുകൾ 93 ആകും. തങ്ങളുടെ ഉപഭോക്താക്കളെ ഏറെ സന്തോഷിപ്പിക്കുന്ന പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കാൻ ഏറെക്കുറെ തയ്യാറായിരിക്കുകയാണെന്നും 2025-ലേക്കുള്ള പുതിയ 3 സെക്ടറുകൾ നിലവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത്തിഹാദിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആന്റോനോൾഡോ നീവ്സ് പറഞ്ഞു. പ്രേഗ്, വാർസോ, അൽ അലമൈൻ എന്നിവയാണ് ഈ 3 സ്ഥലങ്ങൾ. നേരത്തെ ഇത്തിഹാദ് ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിച്ചതിന്റെ 20ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റ് നിരക്കിൽ 20% ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത്തിഹാദ് എയർവേസ് 2004 സെപ്റ്റംബർ 26-നാണ് ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിച്ചത്. മുംബൈയിലേക്കായിരുന്നു ആദ്യ സർവീസ്. അതേസമയം പതിവ് തെറ്റാതെ സീസണുകളിൽ നിരക്ക് കൂട്ടാറുള്ള വിമാന കമ്പനികളുടെ നീക്കം ഇത്തവണയും യാത്രക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നു. ക്രിസ്മസും ന്യൂ ഇയറും മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നത്. നിലവിലെ തിരക്കുകളേക്കാൾ 3 ഇരട്ടിയാണ് ഡിസംബറിൽ ഉണ്ടാവുക. ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്താലും തിരക്കുകളിൽ കുറവുണ്ടാകില്ലെന്നാണ് ട്രാവൽ ഏജൻസി അധികൃതർ പറയുന്നത്. UAEയിൽ നിന്ന് ക്രിസ്മസിനും പുതുവർഷാഘോഷത്തിനും നാട്ടിലേക്ക് പോകുന്ന മലയാളികൾ കുടുംബങ്ങൾക്ക് നിരക്ക് വർധനവ് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. സീസണുകളിൽ ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്ന വിമാന കമ്പനികളുടെ ഈ പ്രവണത മലയാളികളായ പ്രവാസികൾക്ക് വ്യക്തമായി അറിയാമെങ്കിലും പലരും ഈ നഷ്ടം സഹിച്ച് യാത്ര ചെയ്യാൻ നിർബന്ധിതരാകേണ്ടി വരാറുണ്ട്. ഇത് മുതലാക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിഭാഗം പേർ എല്ലാം മുന്നിൽ കണ്ട് ടിക്കറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യാറുണ്ട്. ഇത്തവണ അത്തരക്കാർക്കും രക്ഷയില്ല എന്നാണ് ട്രാവൽ ഏജൻസി അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ മാസം ശരാശരി 400 ദിർഹത്തിന് ഏകദേശം 9,188 രൂപയ്ക്ക് UAEയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യാം. എന്നാൽ ഡിസംബർ 10-ന് ശേഷം ഇതൊന്നുമല്ല അവസ്ഥ. ഇരട്ടിയിലധികമാണ് ഡിസംബറിൽ ടിക്കറ്റ് നിരക്ക്, അതായത് 850 ദിർഹം. ഏകദേശം 19,525 രൂപ മുതൽ മുകളിലേക്കാണ് കേരളത്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വരാനുള്ള വിമാന ടിക്കറ്റ് നിരക്ക്. ഏറ്റവും കുറവ് നിരക്ക് പ്രതീക്ഷിക്കുന്ന റാസൽ ഖൈമയിൽ നിന്ന് കേരളത്തിലേക്ക് ഒറ്റ ദിശയിലേക്ക് മാത്രമുള്ള ശരാശരി നിരക്കാണിത്. UAEയിലെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് 1000 ദിർഹത്തിന് ഏകദേശം 22,971 രൂപ മുകളിലാണ്. കേരളത്തിൽ നിന്നുള്ള റിട്ടേൺ ടിക്കറ്റ് അടക്കം കണക്കാക്കുമ്പോൾ നിരക്ക് വർധന സാധാരണ കുടുംബങ്ങൾക്ക് കനത്ത സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുമെന്നത് വ്യക്തമാണ്.